സമ്മാനം. പണ്ട് അറബിയിലെ മലയാരണ്യത്തിൽ അലി ബിൻ അഹമ്മദ് എന്ന ഒരു ഗോത്ര തലവനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് സുലൈഖ. ഒരു ദിവസം ബാപ്പാ ബാപ്പാ, ദേ ആരോ ഇങ്ങോട്ട് വരുന്നു. ചുട്ടുപൊള്ളുന്ന ആ മലരാരണ്യത്തിൽ ഒരാളെ കണ്ട സന്തോഷത്തിൽ സുലൈഖ തുള്ളിച്ചാടി. നാട് വാഴുന്ന ഷെയ്ഖിന്റെ സന്ദേശവാഹമായിരുന്നു അത്. നാളെ വലിയ തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. നേരോ? നല്ലവനായ ഷെയ്ഖിന്റെ ആഗമന വിവരം കൂടാരങ്ങളിൽ ആഹ്ലാദം നിറച്ചു. അദ്ദേഹത്തിന് നമ്മൾ എന്ത് സമ്മാനം കൊടുക്കും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ മരതക കല്ലുകൾ കരുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു പട്ടുവസ്ത്രം നൽകാം. ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ കൊടുക്കാൻ നിശ്ചയിച്ചു. പാവം സുലൈഖ, അവളുടെ കയ്യിൽ നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ കരയാൻ തുടങ്ങി. മോൾ വിഷമിക്കണ്ട, ഉപ്പയും ഉമ്മയും സമ്മാനങ്ങൾ നൽകുന്നുണ്ടല്ലോ, അത് മതി. എന്നിട്ടും സങ്കടം മാറാതെ സുലൈഖ ഒരു ഗുഹയ്ക്കരികിൽ ചെന്നിരുന്ന് കരഞ്ഞു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. അരുത്, കരയരുത്. അവൾ കരച്ചിൽ നിർത്തി നോക്കിയപ്പോൾ മുന്നിലൊരു മാലാഖ. നീ കരയണ്ട, നിനക്കുള്ള സമ്മാനം ഞാൻ തരാം. നിന്റെ കണ്ണുനീര് വീട് ഇതേ സ്ഥലത്ത് നാളെ പുലരുമ്പോൾ നിനക്ക് ഇവിടെ ഒരു സമ്മാനം ഉണ്ടാകും. ഇതും പറഞ്ഞ മാലാഖ മറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് മാനത്തെ വെള്ള കീറിയതും അവൾ ഗുഹയ്ക്കരികിലേക്ക് ഓടി. അയ്യടാ, കാഴ്ച നിൽക്കുന്ന ഒരു മരം. മരുഭൂമിയിൽ ഒരു പച്ചപ്പ് പോലും കാണാതെ വളർന്ന അവൾക്കത് അത്ഭുതമായിരുന്നു. മാലാഖ പറഞ്ഞത് നേര് തന്നെ, ഇക്കാര്യം വാപ്പയോട് പറയാം. അവൾ ഓടിച്ചെന്ന ഈ കാര്യം വാപ്പയെ അറിയിച്ചു. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു, എല്ലാം ഇവളുടെ നന്മ തന്നെ. വൈകാതെ ഷെയ്ഖ് എത്തി. വിരുന്നിനു ശേഷം ഓരോരുത്തരും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ സമർപ്പിച്ചു. ഇനി ഇവളുടെ ഒരു കുഞ്ഞു സമ്മാനം കൂടി ഉണ്ട്. നമുക്ക് പുറത്ത് ഒരിടത്തേക്ക് പോകാം. ശരി. അവിടെ വെച്ച് ഉണ്ടായതെല്ലാം അലീബിൻ വിവരിച്ചു. മരം ഷെയ്ഖിനെ സമ്മാനിക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ മരമല്ല, ചൂടത്ത് ഇത് തണൽ തരും. വിശകുമ്പോൾ പഴവും, ഉണങ്ങിയാലോ വിറകായി ഉപയോഗിക്കുകയും ചെയ്യാം. ഷെയ്ഖ് കുഞ്ഞു സുലൈഖയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടത് മോളുടെ ഈ സമ്മാനം തന്നെ. സുലൈഖയുടെ കണ്ണീരിൽ നിന്നുണ്ടായ ഈ മരമാണ് മരുഭൂമിയുടെ അനുഗ്രഹമായി മാറിയ ഈന്തപ്പന. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.